നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. See here, he is playing. നമുക്കറിയാം അല്ലേ, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിനെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്കിതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാമെന്ന് നോക്കാം. ഹി ഈസ് പ്ലേയിങ്. ഹി ഈസ് പ്ലേയിങ് എന്ന സെന്റൻസിൽ ഏതാണ് ഓക്സിലറി വെർബ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഷാൽ, വിൽ, മേ, മൈറ്റ്, മസ്റ്റ്, ഇങ്ങനെ പോകുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് ഓക്സിലറി വെർബ്. സോ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് ഓക്സിലറി വെർബ് എന്ന് ആദ്യം മനസ്സിലാക്കുക. സോ ഹീസ് പ്ലേയിങ് എന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഓക്സിലറി വെർബ്? ഈസ് ആണല്ലേ. സോ നമ്മൾ മനസ്സിലാക്കി ഏതാണ് ഓക്സിലറി വെർബ് എന്ന്. സോ ഇറ്റ് ഈസ്, അതാണ് ഈസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓക്സിലറി വെർബ് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ എന്തായിരുന്നു സെന്റൻസ്? ഹി ഈസ് പ്ലേയിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ഈസ് എടുത്തിട്ട് ആദ്യം എഴുതുക, ആ സെന്റൻസിന്റെ ആരംഭത്തിൽ തന്നെ എഴുതുക. സോ ഈസ് ഹി പ്ലേയിങ്? അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറുതായി മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാം ബൈ ഡൂയിങ് സം അതർ എക്സാമ്പിൾസ്. See here, she is sleeping. അവൾ ഉറങ്ങുകയാണ്. സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, ഒരു പ്രസ്താവനയാണ്. സോ വി വിൽ മേക്ക് എ ക്വസ്റ്റ്യൻ ബൈ യൂസിങ് ദിസ് സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണെന്ന് നോക്കാം. ഷീ ഈസ് സ്ലീപ്പിംഗ്, ഇതിൽ ഏതാണ് ഓക്സിലറി വെർബ്? ഈസ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ? ഈസ് എടുത്തിട്ട് ഫസ്റ്റ്, അതായത് ആരംഭത്തിൽ തന്നെ എഴുതുക. നമുക്ക് എങ്ങനെ എഴുതാം അങ്ങനെയാണെങ്കിൽ? ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈസ് എടുത്ത് ആദ്യം എഴുതുമ്പോൾ എങ്ങനെയാവും അത്? ഈസ് ഷീ സ്ലീപ്പിംഗ്? അവൾ ഉറങ്ങുകയാണോ? സോ ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ്, ഈസ് ഷീ സ്ലീപ്പിംഗ് എന്നുള്ളത് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ അനദർ വൺ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിലെ ഓക്സിലറി വെർബ് ഏതാണ്? ആർ. സോ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ആർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർ എന്ന ഓക്സിലറി വെർബ് നമ്മൾ ആ സെന്റൻസിന്റെ ആദ്യം തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? സോ ഏതായിരുന്നു സ്റ്റേറ്റ്മെന്റ്? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. സോ നമ്മൾ എങ്ങനെ അത് ക്വസ്റ്റ്യൻ ആക്കി? ഓക്സിലറി വെർബ് എടുത്തിട്ട് ആ സെന്റൻസിന്റെ ആരംഭത്തിൽ എഴുതി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിക്കുകയാണോ? ഓക്കെ ഫ്രണ്ട്സ്, നൗ ലെറ്റ്സ് സീ അനദർ വൺ. നീ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചിലർ ചോദിക്കാറുണ്ടല്ലേ, നീ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സോ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് ശ്രമിക്കാം. ഇപ്പോൾ, നൗ, നീ, യു, എന്ത്, വാട്ട്, ചെയ്യുക, ഡു. നമുക്കറിയാം അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മുടെ ഫോമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബിന്റെ ing ഫോം. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വാട്ട് ആർ യു ഡൂയിങ് നൗ? എന്ത്, വാട്ട്. നൗ, ഇപ്പോൾ. ഡു, ചെയ്യുക. യു, നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്തു അല്ലേ. വാട്ട് ആർ യു ഡൂയിങ് നൗ? നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നൗ ലെറ്റ്സ് സീ അനദർ വൺ. അവൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമുക്ക് നോക്കാം. ഇപ്പോൾ, നൗ, അവൾ, ഷീ, എന്ത്, വാട്ട്, ചെയ്യുക, ഡു. സോ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വാട്ട് ആർ യു ഡൂയിങ് നൗ. അപ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷീ ആക്കുന്നു. യുവിനെ മാറ്റിയിട്ട് നമ്മൾ ഷീ പ്ലേസ് ചെയ്യുന്നു, ഷീ എഴുതുന്നു. അപ്പോൾ ഷീ വരുമ്പോൾ നമുക്ക് ഏത് ഓക്സിലറി വെർബാണ് വരിക? ഈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാം? വാട്ട് ഈസ് ഷീ ഡൂയിങ് നൗ? അവൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അങ്ങനെയാണെങ്കിൽ
നമുക്ക് അവൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ എഴുതാം? വീണ്ടും മീനിങ് അറിയാമല്ലേ? ഇപ്പോൾ, നൗ, അവർ, ദേ, എന്ത്, വാട്ട്, ചെയ്യുക, ഡു. അപ്പോൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വാട്ട് ആർ ദേ ഡൂയിങ് നൗ? ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് സീ അനദർ വൺ. നീ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ? ചോദ്യമാണല്ലേ. നീ, യു, വായിക്കുക, റീഡ്. സോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആർ യു റീഡിംഗ് ന്യൂസ് പേപ്പർ? ഇതൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണല്ലേ. ആർ യു റീഡിംഗ് ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ്. യെസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ? യെസ്, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ഐ ആം റീഡിംഗ് ന്യൂസ് പേപ്പർ. അതെ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ അനദർ വൺ. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? നോ, ഐ ആം നോട്ട് റീഡിംഗ് ന്യൂസ് പേപ്പർ. അല്ല, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയല്ല. ലെറ്റ്സ് സീ അനദർ വൺ. അവർ വീട് വൃത്തിയാക്കുകയാണോ? അവൾ, ദേ, വൃത്തിയാക്കുക, ക്ലീൻ അല്ലേ? നമുക്ക് നോക്കാം. ആർ ദേ ക്ലീനിങ് ദ ഹൗസ്? അവർ വീട് വൃത്തിയാക്കുകയാണോ? ആണെങ്കിലോ? അതെ, ആൻസർ വന്നു. അങ്ങനെയെങ്കിൽ അവർ വീട് വൃത്തിയാക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദേ ആർ ക്ലീനിങ് ദ ഹൗസ്. അല്ലെങ്കിലോ? ഇഫ് ദ ആൻസർ ഈസ് നോ, എന്തായിരിക്കും ആൻസർ? നോ, ദേ ആർ നോട്ട് ക്ലീനിങ് ദ ഹൗസ്. അല്ല, അവർ വീട് വൃത്തിയാക്കുകയല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനിയും ഗോയിങ് ഫോർവേഡ് വി ക്യാൻ ഡു മോർ വീഡിയോസ് റിഗാർഡിംഗ് ദിസ് ടെൻസസ് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.